കേരള രാഷ്ട്രീയത്തിൽ നിർണായക ചലനങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് വരാനിരിക്കുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിലും മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ ഇടതുമുന്നണിയെ നയിക്കുമെന്ന് CPM കേന്ദ്ര നേതൃത്വം വ്യക്തമാക്കി. തദ്ദേശ തിരഞ്ഞെടുപ്പിലെ തിരിച്ചടികൾക്ക് പിന്നാലെ നേതൃമാറ്റമെന്ന ആവശ്യം ഘടകകക്ഷികളിൽ നിന്നും പാർട്ടിക്കുള്ളിലെ ചില കോണുകളിൽ നിന്നും ഉയർന്നുവെങ്കിലും നിലവിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ പിണറായി വിജയനെ മാറ്റുന്നത് ഗുണകരമാവില്ലെന്ന വിലയിരുത്തലിലാണ് കേന്ദ്ര നേതൃത്വം. CPM ജനറൽ സെക്രട്ടറി MA ബേബി സംസ്ഥാന നേതൃയോഗങ്ങളിൽ പങ്കെടുത്തപ്പോഴാണ് ഈ സുപ്രധാന നിർദ്ദേശം മുന്നോട്ട് വെച്ചത്. ക്രൈസിസ് മാനേജർ എന്ന നിലയിൽ പിണറായി വിജയനുള്ള ഇമേജ് തിരഞ്ഞെടുപ്പിൽ വലിയ മുതൽക്കൂട്ടാകുമെന്ന് പാർട്ടി വിശ്വസിക്കുന്നു. 2026 നിയമസഭാ തിരഞ്ഞെടുപ്പിനെ നേരിടാൻ പാർട്ടി സജ്ജമാകുമ്പോൾ പിണറായിക്ക് ബദലായി മറ്റൊരു പേര് നിലവിൽ പരിഗണനയിലില്ല എന്നതാണ് വാസ്തവം. ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്ത് ആരോഗ്യമന്ത്രിയായിരിക്കെ അന്താരാഷ്ട്ര തലത്തിൽ ശ്രദ്ധിക്കപ്പെട്ട KK ശൈലജയുടെ പ്രതിച്ഛായയ്ക്ക് ഇപ്പോൾ വലിയ മങ്ങലേറ്റതായി പാർട്ടി വിലയിരുത്തുന്നു. കോവിഡ് കാലത്തെ PPE കിറ്റ് വാങ്ങലുമായി ബന്ധപ്പെട്ട അഴിമതി ആരോപണങ്ങളും CAG റിപ്പോർട്ടും ശൈലജയ്ക്ക് തിരിച്ചടിയായി. കൂടാതെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ വടകരയിലേറ്റ വൻ പരാജയവും ശൈലജയെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ഉയർത്തിക്കാട്ടുന്നതിന് തടസ്സമായി. നിലവിൽ CPMന്റെ മുന്നിലുള്ള മറ്റ് രണ്ട് പ്രധാന മുഖങ്ങൾ KN ബാലഗോപാലും P രാജയുമാണ്. പ്രതിസന്ധികൾക്കിടയിലും ധനവകുപ്പിനെ മികച്ച രീതിയിൽ നയിച്ച ബാലഗോപാലിന് പാർട്ടിയിൽ മെച്ചപ്പെട്ട സ്വീകാര്യതയുണ്ട്. അതുപോലെ തന്നെ വ്യവസായ മന്ത്രി എന്ന നിലയിൽ P രാജീവും ശ്രദ്ധേയമായ പ്രകടനം കാഴ്ചവെച്ചു. എന്നാൽ ഇവർക്ക് സംസ്ഥാനത്തുടനീളം പിണറായി വിജയനോളം സ്വാധീനമില്ലെന്നത് ഒരു പോരായ്മയായി നേതൃത്വം കാണുന്നു. പാർട്ടിക്കുള്ളിൽ കർശനമായി നടപ്പിലാക്കിയിരുന്ന 2 ടീം നിബന്ധന പിണറായി വിജയന്റെ കാര്യത്തിൽ എങ്ങനെ ബാധകമാകുമെന്നതാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. 2021 ഡോക്ടർ TM തോമസ് ഐസക്, G സുധാകരൻ തുടങ്ങിയ പ്രമുഖരെ മാറ്റി നിർത്തിയത് ഈ നിബന്ധനയുടെ അടിസ്ഥാനത്തിലായിരുന്നു. എന്നാൽ പിണറായിയുടെ കാര്യത്തിൽ ഈ നിയമനത്തിന് ഇളവ് നൽകാൻ പാർട്ടി കേന്ദ്ര നേതൃത്വം തയ്യാറായേക്കും. ഇതിനോടകം തന്നെ തോമസ് ഐസക്കും ശൈലജയ്ക്കും ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഇളവ് നൽകിയ മാതൃക പാർട്ടിക്ക് മുന്നിലുണ്ട്. പിണറായി വിജയൻ തിരഞ്ഞെടുപ്പ് രംഗത്തുണ്ടാവുന്നത് അണികൾക്ക് ആവേശം പകരുമെന്നാണ് ഭൂരിഭാഗം നേതാക്കളുടെയും അഭിപ്രായം. ഭരണം നിലനിർത്തുക എന്ന ഏക ലക്ഷ്യത്തോടെയാണ് CPM ഈ പരീക്ഷണത്തിന് മുതിരുന്നത്. മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയെ മുൻകൂട്ടി പ്രഖ്യാപിക്കുന്ന പതിവ് ഇടതുമുന്നണിക്ക് ഇല്ലെങ്കിലും പ്രചാരണത്തിന്റെ ചുക്കാൻ പിണറായിയുടെ കൈകളിൽ തന്നെയായിരിക്കും. തദ്ദേശ തിരഞ്ഞെടുപ്പിലെ തിരിച്ചടി ഭരണവിരുദ്ധ വികാരത്തിന്റെ സൂചനയായി കാണുന്നവരുണ്ട്. എന്നാൽ ശരിയായ രാഷ്ട്രീയ പ്രചാരണത്തിലൂടെ ഇത് മറികടക്കാമെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ ആവർത്തിക്കുന്നു. BJPയുടെ കടന്നുകയറ്റവും UDFന്റെ രാഷ്ട്രീയ തന്ത്രങ്ങളും നേരിടാൻ പിണറായിയുടെ കരുത്തനായ നേതൃത്വം തന്നെ വേണമെന്നാണ് പാർട്ടി കണക്കുകൂട്ടൽ. തിരഞ്ഞെടുപ്പ് ഫലം അനുകൂലമായാൽ 3ാം തവണയും പിണറായി മുഖ്യമന്ത്രിയാകുന്നതിന് തടസ്സമുണ്ടാകില്ല. എന്നാൽ ഫലം പ്രതികൂലമായാൽ പാർട്ടിയിൽ വലിയ തോതിലുള്ള നേതൃമാറ്റത്തിന് വഴിയൊരുങ്ങും. പുതിയ മുഖങ്ങളായ P രാജീവിനെയോ KN ബാലഗോപാലിനെയോ നേതൃസ്ഥാനത്തേക്ക് കൊണ്ടുവരുന്നതിനെ കുറിച്ച് അപ്പോൾ ആലോചിക്കും.